മുഖ്യമന്ത്രിയെ ഇന്നറിയാം. ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്തിയ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം രാഹുൽ ഗാന്ധി തേടിയിരുന്നു. മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് നടപടിക്രമങ്ങൾ ഹൈക്കമാൻഡ് പൂർത്തിയാക്കുന്നത്. വോട്ടെണ്ണൽ കഴിഞ്ഞ് 10 ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതിൽ ഘടകകക്ഷികൾക്കും കടുത്ത അതൃപ്തിയുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, 10 ദിവസം നീണ്ടുനിന്ന ചർച്ച, അതിനിടയിലുള്ള ഫ്ലക്സ് വിവാദം, ഇതിനൊക്കെ ഒടുവിൽ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? രാവിലെ 11 മണിക്ക് സോണിയാഗാന്ധിയുടെ വസതിയായ 10 ജൻപതിൽ, ഡൽഹിയിലെ 10 ജൻപതിൽ വെച്ച് നിർണായകമായ ഒരു യോഗം കൂടി ചേരും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. മല്ലികാർജ്ജുന ഖാർഗെ കൂടി സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തിയേക്കുമെന്നാണ് വിവരം. 11 മണിയുടെ ഈ യോഗത്തിന് പിന്നാലെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര്, നിയമസഭാ കക്ഷി നേതാവ് ആര് എന്ന പ്രഖ്യാപനം ഉണ്ടായേക്കും എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. സാധാരണയായി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ തന്നെയാണ് കർണാടകയിലൊക്കെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇവിടെ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതൊരു പ്രസ് നോട്ടായിരിക്കുമോ, അതോ അതിനപ്പുറത്തേക്ക് നേതാക്കളെ ഒപ്പമിരുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനോ രാഹുൽ ഗാന്ധിയോ ആയിരിക്കുമോ ഈ പ്രഖ്യാപനം നടത്തുക എന്ന കാര്യത്തിലൊക്കെ ഒരു അവ്യക്തതയുണ്ട്. എന്തായാലും ഇനി വൈകില്ല, ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യം ഹൈക്കമാൻഡ് വൃത്തങ്ങൾ കൃത്യമായി അത്തരം വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതുപോലെ തന്നെ ഇന്നലെ നടന്ന നിർണായക ചർച്ച, ഇന്നലെ ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ പ്രധാനമായും മുതിർന്ന നേതാക്കളോട് ചോദിച്ചത് കേരളത്തിലെ സാഹചര്യങ്ങളെ പറ്റിയാണ്. എങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയാണ് രാഹുൽ ചോദിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജനവികാരം കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താനാകില്ലേ സാധ്യത? ഒരു കോംപ്രമൈസ് സെറ്റിൽമെന്റിലേക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ എത്തും. തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യതയുള്ളൊരു മുഖം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരാൻ തന്നെയാണ് സാധ്യത. അതിൽ വിട്ടുവീഴ്ചയ്ക്ക് എല്ലാ വിഭാഗങ്ങളും, എല്ലാ നേതാക്കളും തയ്യാറായേക്കുമെന്ന് തന്നെയാണ് സൂചന. കാരണം അങ്ങനെയല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. കാരണം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് എത്തുന്നതിനോട് പൊതുവിലുണ്ടായ ജനവികാരം, അതോടൊപ്പം തന്നെ VD സതീശൻ പക്ഷത്തിന്റെ കടുത്ത വിയോജിപ്പ്, എതിർപ്പ്, അതൊക്കെ ഒരു വശത്ത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അതേസമയം VD സതീശന് അനുകൂലമായി ലീഗും മറ്റ് ഘടകകക്ഷി നേതാക്കളും എടുത്ത നിലപാടിനെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗം അതിശക്തമായി ഹൈക്കമാൻഡിന് മുമ്പിൽ ചോദ്യം ചെയ്തു. ലീഗ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അത്ര രൂക്ഷമായ നിലപാടെടുക്കേണ്ട സാഹചര്യം എന്ത് എന്ന ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. പക്ഷേ പരസ്യമായ അത്തരം പ്രതികരണങ്ങൾക്കൊന്നും ആരും തയ്യാറായിട്ടില്ല. പക്ഷെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ലീഗ് നേതൃത്വത്തിനെതിരെ അങ്ങനെ ഒരു സമ്മർദ്ദ നീക്കം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സംസ്ഥാനത്ത് നിന്ന് ഡൽഹിയിലെത്തിയ ചില നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് തന്നെ എല്ലാ തർക്കങ്ങളും പരിഹരിച്ചുകൊണ്ട് സോണിയാഗാന്ധിയുടെ അവസാന വാക്ക് മുഖ്യമന്ത്രി പദവിയിലേക്ക് ആര് എന്ന കാര്യത്തിൽ നിർണായകമായി മാറും എന്ന് തന്നെയാണ്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.